പണച്ചെലവും അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റേജും ഒരു ഡോക്ടറെ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂടി വെച്ചുകൊണ്ട് ഒരു ആയുഷ് ഡോക്ടറെ കൊണ്ട് എന്താ ഗുണമുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ഗുണമാവാൻ പോകുന്നില്ല, നാട്ടുകാർക്ക് ഗുണമാകില്ല. ഒരു വേസ്റ്റേജ് ആണ് അവരുടെ ജീവിതം പോലെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എല്ലാ ഹോമിയോ ഡോക്ടർമാരുടെ അവസ്ഥ ഇതൊന്നുമല്ല, അവരൊക്കെ വലിയ കഷ്ടപ്പാടാണ്. ആയുർവേദ ഡോക്ടർമാരാണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ഇത് അറിയില്ല, സ്റ്റേറ്റ് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുക ഒരു ജെന്യൂൻ ഓപ്ഷൻ ആയിട്ട്. അവരത് എടുത്തു പോവുകയാണ്. പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അത് ഡിഫെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികളിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്നത് ഇതേ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇവിടെ ഇടപെടേണ്ട സമയം തന്നെയാണ്. ആയുഷിന് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നത് നിർത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എന്തോ ഭാഗ്യത്തിന് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് പറഞ്ഞാൽ മതി എന്നതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ ഒരു ഇന്ത്യയിലെ സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് കാണാം, ഡോക്ടർ ആബി പോസ്റ്റ് ഇടുമ്പോൾ ഈ എന്താണ് ആർഷഭാരതോ ബ്ലാസ്ഫമി നടത്തിയതിന്റെ പേരിൽ ആൾക്കെതിരെ ത്രെട്ട് വരുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ കൂടുതൽ ഇത് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ ത്രെട്ട് അധികം വന്നിട്ടില്ല, വേറെ ത്രെട്ടാണ്. ത്രെട്ട് വരുന്നത് എങ്ങനെയാണ്, അതായത് 10,000 രൂപയുടെ കാര്യമുള്ളൂ, അതിന്റെ ശവം കായലി പൊങ്ങും എന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത ക്രിസ്മസിന് ആൾ ബാക്കി ഉണ്ടാവില്ല. ഇതേപോലുള്ള ത്രെറ്റ്സ് വരുന്നു, ഇതിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന അവസ്ഥയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതും ഒരു റിയൽ സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ക്യുക്കായിട്ട് ചോദിക്കാൻ ഒരു 2 minutes ബാക്കിയുണ്ട്. താങ്ക് യു. ഒരു ചോദ്യം പിന്നെ ഡോക്ടർ വിചാരിക്കുന്നത് ഈ ഹോമിയോയിലോ അല്ലെങ്കിൽ ആയുർവേദത്തിലൊക്കെ ഉള്ള ഏതെങ്കിലും കാര്യം മറ്റേ പിന്നെ മോഡേൺ മെഡിസിന്റെ റിസർച്ചിലോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ, ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്നുള്ള? അത് നല്ലൊരു ചോദ്യം. ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനും ചോദിച്ചിരുന്നതാണ്. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആധുനിക വൈദ്യത്തിന്റെയോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആയുർവേദത്തിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെർബൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നതിലെ ഏതെങ്കിലും ഒരു സാധനം പഠിക്കാതെ വിട്ടുപോയിട്ടുള്ള സാധനം ഇന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതൊക്കെ 1960-കളോടെ തന്നെ ഒട്ടുമിക്ക ഈ ബൊട്ടാനിക്കൽസും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പ്രൊഫൈൽ ചെയ്ത് വെക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം, ഒന്നാമത്തെ കാര്യം. 2, ഓൾറെഡി ഇത് നമ്മൾ എടുത്ത് മുന്നോട്ട് പോയ സാധനങ്ങൾ, ചിലത് തള്ളിയ സാധനങ്ങളൊക്കെയാണ് ഇന്ന് വീണ്ടും ആയുർവേദക്കാർ ഇവിടെ റിസർച്ച് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ സർപ്പഗന്ധി.